നമസ്കാരം. എല്ലാവർക്കും KSR ക്ലാസിൻ്റെ 12ാം ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് കോമ്പിനേഷൻ ഓഫ് അപ്പോയിൻമെൻറ്റ്സ് എന്നൊരു ഭാഗമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. കോമ്പിനേഷൻ ഓഫ് അപ്പോയിൻമെൻറ്റ്സ്, ഉദ്യോഗ സമന്വയം, അതാണ് അതിൻ്റെ മലയാളം. ഉദ്യോഗ സമന്വയം, കോമ്പിനേഷൻ ഓഫ് അപ്പോയിൻമെൻറ്റ്സ്. എന്താണ് ഈ കോമ്പിനേഷൻ അഥവാ ഉദ്യോഗ സമന്വയം എന്ന് പറഞ്ഞാൽ? ഇതൊക്കെ നമുക്ക് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ എന്താ പറയുക, സർവീസിൽ പലപ്പോഴും നമുക്ക് ഈ കാര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. ഇപ്പോൾ നിങ്ങളുടെ ഓഫീസ് തന്നെ, നമ്മുടെ ഓഫീസിലെ ഒരു പോസ്റ്റ് വേക്കൻ്റായി, ഐദർ ട്രാൻസ്ഫർ ആയപ്പോഴാവാം, അതല്ലെങ്കിൽ റിട്ടയർ ചെയ്തപ്പോഴാവാം, ലീവിൽ പോയപ്പോഴാവാം, വാട്ട് എവർ ബി ദ റീസൺ, വെൻ എ പോസ്റ്റ് ഈസ് വേക്കൻറ്റ്, ആ പോസ്റ്റിൻ്റെ ചാർജ് നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കും. സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യമാണത്. എന്ത്? വെൻ എ പോസ്റ്റ് ഈസ് വേക്കൻറ്റ്, അതിൻ്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഷാൽ ബി ഹാൻഡഡ് ഓവർ ടു സം അതർ ഓഫീസേഴ്സ്. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോമ്പിനേഷൻ ഓഫ് അപ്പോയിൻമെൻറ്റ്സ് അഥവാ ഉദ്യോഗ സമന്വയം എന്ന് പറയുന്നത്. ഈ കോമ്പിനേഷൻ ഓഫ് അപ്പോയിൻമെൻറ്റ്സ്, ഒരാൾക്ക് ഇപ്പോൾ ഇങ്ങനെ അഡീഷണൽ പോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ഓഫീസർക്ക് ഇങ്ങനെ ഒരു അഡീഷണൽ പോസ്റ്റ് കിട്ടി. ഒരു സ്കൂളിലെ HM റിട്ടയർ ചെയ്ത് പോയി. സ്വാഭാവികമായിട്ടും ആ സ്കൂളിലെ സീനിയർ മോസ്റ്റ് അസിസ്റ്റന്റിന് ആ HMന്റെ ചാർജ് കൊടുക്കും. അത് സ്കൂളിൽ മാത്രമല്ല, ഏത് പോസ്റ്റും ഏത് ഓഫീസിലും അങ്ങനെയാണ് ചാർജ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ചാർജ് കൊടുക്കുമ്പോൾ ഈ ചാർജ് ലഭിക്കുന്ന ആർക്കാണോ ഈ ചാർജ് ലഭിക്കുന്നത്, the officer who is getting the additional charge, അവർക്ക് സ്വാഭാവികമായിട്ടും അഡീഷണൽ ഡ്യൂട്ടീസും ഉണ്ടാവുമല്ലോ. അപ്പം ഇങ്ങനെ അഡീഷണൽ ഡ്യൂട്ടീസ് ഉണ്ടാവുമ്പോൾ അതിന് അഡീഷണൽ റെമ്യൂണറേഷനും വേണമല്ലോ. അഡീഷണൽ ആയിട്ട് പൈസ, ചാർജ് അലവൻസ് ലഭിക്കണമല്ലോ. അതിനെക്കുറിച്ചാണ് നമ്മൾ ആദ്യം പറയുന്നത്. എല്ലായ്പ്പോഴും 100% ഇങ്ങനെ ചാർജ് എടുക്കുന്നവർക്ക് എല്ലാവർക്കും അഡീഷണൽ റെമ്യൂണറേഷൻ, ചാർജ് അലവൻസ് ലഭിച്ചു കൊള്ളണം എന്നില്ല. അപ്പോൾ എപ്പോഴൊക്കെയാണ് ലഭിക്കുക? നമ്മളിപ്പോൾ എടുക്കുന്ന ഒരു പോസ്റ്റ്, ഒരു ഹയർ പോസ്റ്റിന്റെ ചാർജാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നിർബന്ധമായും യു ആർ എലിജിബിൾ ഫോർ ചാർജ് അലവൻസ്. പറഞ്ഞു പറഞ്ഞാൽ എന്താണ്? വെൻ യു ആർ ടേക്കിംഗ് ദ ചാർജ് ഓഫ് എ ഹയർ പോസ്റ്റ്, ദെൻ യു ആർ എലിജിബിൾ ഫോർ, ഓൾവേസ് യു ആർ എലിജിബിൾ ഫോർ ചാർജ് അലവൻസ്. ഹയർ പോസ്റ്റ് എടുക്കുകയാണെങ്കിൽ നിർബന്ധമായും ചാർജ് അലവൻസ് കിട്ടും. എന്നാൽ നിങ്ങൾ പ്രത്യേക സാഹചര്യങ്ങൾക്ക് വിധേയമായി നിങ്ങളൊരു ലോവർ പോസ്റ്റിന്റെ ചാർജാണ് എടുക്കുന്നതെങ്കിൽ നെവർ യു ആർ എലിജിബിൾ ഫോർ ചാർജ് അലവൻസ്. നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല. നിങ്ങൾ എടുക്കുന്നത് നിങ്ങളുടെ ഒരു ലോവർ പോസ്റ്റിന്റെ ചാർജാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ യു ആർ നോട്ട് അറ്റ് ഓൾ എലിജിബിൾ ഫോർ ചാർജ് അലവൻസ്. എന്നാൽ ചിലപ്പോൾ ചില കണ്ടീഷൻസ് വിധേയമായിട്ട് നിങ്ങൾക്ക് ചാർജ് അലവൻസ് കിട്ടും. അതെങ്ങനെയാ? നിങ്ങളൊരു ഈക്വൽ ടൈം സ്കെയിലിൻ്റെ, ഈക്വൽ പോസ്റ്റിൻ്റെ ചാർജാണ് നിങ്ങൾ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ ആ എടുക്കുന്ന ചാർജിൻ്റെ ജൂറിസ്ഡിക്ഷൻ, ആ പോസ്റ്റിൻ്റെ ജൂറിസ്ഡിക്ഷൻ നിങ്ങളുടെ അധികാര പരിധിക്ക് അപ്പുറത്തുള്ള മറ്റൊരു അധികാര പരിധി, മറ്റൊരു ജൂറിസ്ഡിക്ഷനിലെ ചാർജാണ് നിങ്ങൾ ഏറ്റെടുക്കുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് ചാർജ് അലവൻസിന് അർഹതയുണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ ഒരു VEO, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ, ഒരു പഞ്ചായത്തിലെ ഒരു വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ അതേ സെയിം പഞ്ചായത്തിലെ ഒരു വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ട്രാൻസ്ഫർ ആയി പോയപ്പോൾ അവരുടെ ചാർജ് ഏറ്റെടുത്തു എന്നുണ്ടെങ്കിൽ അവിടെ ആ VEOന് ചാർജ് അലവൻസ്, അഡീഷണൽ റെമ്യൂണറേഷൻ ലഭിക്കില്ല. എന്താ കാരണം? ഈ പോയ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറുടെയും ഇപ്പൊ ഡ്യൂട്ടി ഏറ്റെടുത്ത വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറുടെയും ജൂറിസ്ഡിക്ഷൻ, അധികാര പരിധി എന്ന് പറഞ്ഞാൽ ദ സെയിം പഞ്ചായത്താണ്. രണ്ടുപേരുടെയും അധികാര പരിധിയിലാണ് ആ പഞ്ചായത്ത് ഏരിയ മുഴുവൻ. രണ്ടുപേരുടെയും അധികാര പരിധി ഒന്ന് തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ ഈക്വൽ പോസ്റ്റ് ആണെങ്കിൽ അവിടെ ചാർജ് അലവൻസ് ലഭിക്കില്ല. പിന്നെ എപ്പോഴാണ് ലഭിക്കുക?
ഇദ്ദേഹത്തിന്റെ അധികാര പരിധിക്ക് അപ്പുറത്തുള്ള മറ്റൊരു അധികാര പരിധിയാണ്, മറ്റൊരു ജൂറിസ്ഡിക്ഷനാണ്. ഉദാഹരണത്തിന് ഇദ്ദേഹം വർക്ക് ചെയ്യുന്ന പഞ്ചായത്തിലല്ല, നൈബറിംഗ് പഞ്ചായത്തിലെ വിഇഒ ആണ് ട്രാൻസ്ഫർ ആയി പോയത്. ആ ചാർജ് ആണ് ഇവർക്ക് കൊടുത്തത് എന്നുണ്ടെങ്കിൽ ഇവർ വർക്ക് ചെയ്യുന്ന, ഇവർ ഇപ്പൊ പ്രവർത്തിക്കുന്ന അവരുടെ ലീനിന്റെ ജൂറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പഞ്ചായത്തിന്റെ പരിസരമാണ്, പഞ്ചായത്തിന്റെ അധികാര പരിധിയാണ്. ഇപ്പൊ പുതുതായി ചാർജ് എടുത്തിട്ടുള്ളത് തൊട്ടടുത്ത പഞ്ചായത്തിലാണ്. അത് ഇദ്ദേഹത്തിന്റെ അധികാര പരിധിയിൽ പെട്ടതല്ല, ഔട്ട് ഓഫ് ഹിസ് ജൂറിസ്ഡിക്ഷൻ ആണ്. അങ്ങനെ വരുമ്പോ അവിടെ അദ്ദേഹത്തിന് ഈ അലവൻസിന്, ഏത് ചാർജ് അലവൻസിന് അദ്ദേഹത്തിന് എലിജിബിലിറ്റി ഉണ്ട്. അപ്പൊ അതാണ് ചാർജ് അലവൻസ് എപ്പോഴും ലഭിക്കും, ഏത് കാലാവസ്ഥയിലും ലഭിക്കും. എങ്ങനെയാണെങ്കിൽ ഇഫ് യു ആർ ടേക്കിംഗ് ദ ചാർജസ് ഓഫ് എ ഹയർ പോസ്റ്റ്. ഒരിക്കലും ലഭിക്കില്ല എങ്ങനെയാണെങ്കിൽ ഇഫ് യു ആർ ടേക്കിംഗ് ദ ചാർജസ് ഓഫ് എ ലോവർ പോസ്റ്റ്. എന്നാൽ ഈക്വൽ ടൈം സ്കെയിൽ ആണെങ്കിലോ, നിങ്ങളുടെ അതേ സ്റ്റാറ്റസിലുള്ള ഒരു പോസ്റ്റിന്റെ ചാർജ് എടുക്കുന്നതെങ്കിലോ അത് നിങ്ങളുടെ ജൂറിസ്ഡിക്ഷനകത്തുള്ള മറ്റൊരു ഓഫീസറുടെ ആണെങ്കിൽ നിങ്ങൾക്ക് ചാർജ് അലവൻസ് ലഭിക്കില്ല. നിങ്ങളുടെ ജൂറിസ്ഡിക്ഷന് പുറത്തുള്ള ഒരു ഓഫീസറുടെ ആണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ചാർജ് അലവൻസ് ലഭിക്കും. ഇതാണ് ഈ അഡീഷണൽ ചാർജ് എടുക്കുമ്പോൾ റെമ്യൂണറേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്, നമുക്ക് പറയാനുള്ളത്. അത്രയും കാര്യങ്ങൾ റെമ്യൂണറേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയണം. ഇനി ഈ കോമ്പിനേഷൻ ഓഫ് അപ്പോയിന്റ്മെന്റ്സ്, അതായത് ചാർജ് കൊടുക്കുന്നത് 3 തരത്തിലുണ്ട്. മോസ്റ്റ് കോമൺ പ്രാക്ടീസ് 2 തരത്തിലേ ഉള്ളൂ, പക്ഷെ 3 തരത്തിലുണ്ട് അത് സാങ്കേതികമായിട്ട്. ഒന്ന്, ടു ഒഫീഷിയേറ്റ്. ഫസ്റ്റ് ടൈപ്പ് ടു ഒഫീഷിയേറ്റ് എന്നാ പറയാം. സെക്കൻഡ്, ടു ടേക്ക് ഫുൾ അഡീഷണൽ ചാർജ്. മൂന്നാമത്തത് ടു അറ്റൻഡ് കറണ്ട് ഡ്യൂട്ടീസ്. ഈ 3 രീതിക്ക് ചാർജ് അലവൻസ് കോമ്പിനേഷൻ കൊടുക്കാം. 3 തരത്തിൽ കൊടുക്കാം. 3 തരത്തിൽ കൊടുക്കുമ്പോൾ 3 വിധത്തിലാണ് അതിന്റെ ചാർജ് അലവൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. അത് നമുക്ക് വഴിയെ പഠിക്കാം. ഓരോന്നും എന്താ നോക്കാം. ആദ്യം ടു ഒഫീഷിയേറ്റ്. ഒഫീഷിയേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഈ സീരീസിന്റെ ആദ്യ ഭാഗങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്രൊമോഷൻ, ഫിക്സേഷൻ ഓഫ് പേ, ആ ചാപ്റ്റർ ഡിസ്കസ് ചെയ്തപ്പോൾ ഒഫീഷിയേറ്റിംഗ് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ചാപ്റ്റർ ഡെഫിനിഷൻ, അതിലും ഒഫീഷിയേറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അന്ന് ഞാൻ പറഞ്ഞു, ഡെഫിനിഷൻസ് പറയുമ്പോൾ പറഞ്ഞു എന്ത് ടേംസ് ആണോന്നൊക്കെ. നമുക്ക് പല സ്ഥലങ്ങളിലും ഈ ടേംസുമായിട്ട് ബന്ധപ്പെടേണ്ടി വരും. അപ്പൊ ഈ ഒഫീഷിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ അല്ലാത്ത ഒരു ലീനിന്റെ ചുമതല നമ്മൾ ഏറ്റെടുക്കുക. അതാണ് ഒഫീഷിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. നമ്മുടെ അല്ലാത്ത ലീനിന്റെ ഒരു ചുമതല നമ്മൾ ഏറ്റെടുക്കുന്നു. ആ വാക്കിന്റെ മീനിങ് ഒഫീഷിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആക്ട് ചെയ്യുക എന്നാണല്ലോ. അതും അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ആക്ട് ചെയ്യുക എന്നാണ്. നമ്മുടെ ലീൻ അല്ലാതെ, പക്ഷെ അതിന്റെ ചുമതല നമ്മളെ ഏൽപ്പിക്കുന്നു, ഒഫീഷിയേറ്റ് ചെയ്യാൻ പറയുന്നു. അങ്ങനെ ഒഫീഷിയേറ്റ് ചെയ്യാൻ പറയുമ്പോൾ ആ രീതിക്കാണ് ഇവിടെ നിങ്ങൾക്കൊരു പോസ്റ്റ് കമ്പൈൻ ചെയ്ത് തരുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു 28A ഫിക്സേഷൻ കിട്ടും. ഇത് കുറച്ച് ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഭാഗമാണ്. 28A ഫിക്സേഷൻ എലിജിബിലിറ്റി ഉണ്ട് നിങ്ങൾ. കാരണം നിങ്ങൾ എന്താണ്, ഒരു ഹയർ പോസ്റ്റിലേക്ക് ഒഫീഷിയേറ്റ് ചെയ്യുകയാണ്. നിങ്ങൾ അവിടെ ആ ഭാഗം നിങ്ങൾക്ക് വേണ്ടി വിട്ടുതരും, നിങ്ങൾ അഭിനയിക്കുകയാണ് അവിടെ. ആ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ചെയ്യുകയാണ്, ഒഫീഷിയേറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഒഫീഷിയേറ്റ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യു ആർ ഇൻ എൻ ഒഫീഷിയേറ്റിംഗ് പ്രൊമോഷൻ എന്നാണ്. ഒഫീഷിയേറ്റിംഗ് പ്രൊമോഷനായിട്ട് അതിനെ കണക്കാക്കും. അതുകൊണ്ട് തന്നെ അവിടെ ഒരു 28A ഫിക്സേഷനും നിങ്ങൾക്ക് എലിജിബിലിറ്റി ഉണ്ട്. ഇതൊക്കെ നമ്മൾ പ്രൊമോഷൻ, ഫിക്സേഷൻ ആ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്, പേ ഫിക്സേഷൻ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്കൊരു ഹയർ പോസ്റ്റിന്റെ ചാർജ് തരികയാണ്. എങ്ങനെയാണ് തരുന്നത്? ഒഫീഷിയേറ്റ് ചെയ്യാനാണ് പറയണത്. ഒഫീഷിയേറ്റ് ചെയ്യാൻ പറയുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾക്കൊരു ടെമ്പററി പ്രൊമോഷൻ കിട്ടിയ മാതിരിയാണ്. അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു 28A ഫിക്സേഷൻ നിങ്ങൾക്ക് കിട്ടും. അതായത് നിങ്ങളുടെ ടൈം സ്കെയിൽ ഇപ്പോ നിങ്ങൾ വാങ്ങിക്കുന്ന ബിഫോർ ഗെറ്റിംഗ് ചാർജസ് ഓഫ് ദാറ്റ് ഹയർ പോസ്റ്റ്, നിങ്ങൾ ഏത് ടൈം സ്കെയിലാണോ ശമ്പളം വാങ്ങിച്ചിരുന്നത് ആ ടൈം സ്കെയിൽ മാറി ചാർജ് എടുക്കാൻ പോകുന്ന പോസ്റ്റിന്റെ ടൈം സ്കെയിലിലേക്ക് നിങ്ങളെ ഉയർത്തുകയാണ്. നിങ്ങളുടെ ബേസിക് പേ അങ്ങോട്ട് ഉയർത്തുകയാണ്. അതിനെയാണല്ലോ നമ്മൾ പേ ഫിക്സേഷൻ എന്ന് പഠിച്ചിട്ടുള്ളത്.
അപ്പോൾ അവിടെ നിങ്ങൾക്ക് 28A ഫിക്സേഷൻ ഉണ്ട്. എന്നാൽ യഥാർത്ഥ പ്രൊമോഷനും ഇതും തമ്മിൽ എന്താ വ്യത്യാസം? യഥാർത്ഥത്തിൽ നിങ്ങൾ പ്രൊമോഷൻ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പോസ്റ്റിന്റെ ചാർജ് മാത്രം നോക്കിയാൽ മതിയായിരുന്നു, അത് മാത്രം നോക്കിയാൽ മതി. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, നിങ്ങൾക്ക് അതിന്റെ ചാർജും ഉണ്ട്, അത് ചാർജാണുള്ളത്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ലീനിന്റെ ചാർജും കൂടി നിങ്ങൾ നോക്കണം, അഡീഷണൽ വർക്കും കൂടി നിങ്ങൾ ചെയ്യണം. എന്തായാലും പറഞ്ഞു വരുന്നത്, ഒഫീഷ്യേറ്റ് ചെയ്യാൻ പറഞ്ഞു ഒരു ഹയർ പോസ്റ്റിൽ, അത് തന്നെയാണല്ലോ ഒഫീഷ്യേറ്റിംഗ് പ്രൊമോഷനിലും. പക്ഷെ ഇവിടെ അതല്ല സ്ഥിതി. ഒഫീഷ്യേറ്റ് ചെയ്യാൻ പറഞ്ഞു ഒരു ഹയർ പോസ്റ്റിൽ. എന്താ പറയാൻ കാരണം ആ പോസ്റ്റ് വേക്കൻ്റ് ആയി, അവിടെ ആളില്ല. അപ്പോൾ നിങ്ങളോട് ആ പോസ്റ്റിൽ ഒഫീഷ്യേറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ടൈം സ്കെയിൽ അങ്ങോട്ട് മാറ്റിച്ചു, അവിടെ 28A ഫിക്സേഷൻ തന്നു. ഇതൊക്കെ പ്രൊമോഷനിലും സേഫാണ്, തന്നു. പക്ഷെ ഇവിടെ പ്രൊമോഷനിന്റെ അപ്പുറത്തേക്ക് ഇവിടെ വേറൊരു കാര്യം കൂടിയുണ്ട്. ആ പോസ്റ്റിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾ പണ്ട് ചെയ്തിരുന്ന പണികൾ ഇപ്പോഴും ചെയ്യണം. അപ്പൊ അത് നിങ്ങളുടെ എന്തായിട്ട് വന്നു? അഡീഷണൽ ഡ്യൂട്ടി ആയിട്ട് വന്നു. ഇതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അഡീഷണൽ ഡ്യൂട്ടി ആയിട്ട് വന്നു. അതായത് ടു ഒഫീഷ്യേറ്റ് എന്ന രീതിക്ക് നിങ്ങൾക്കൊരു ഹയർ പോസ്റ്റിന്റെ ചാർജ് കിട്ടിയാൽ യഥാർത്ഥത്തിൽ നിങ്ങൾ ആ പോസ്റ്റിലേക്ക് ഉയർന്നു, നിങ്ങൾ ആ പോസ്റ്റിന്റെ വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ടൈം സ്കെയിലാണ് നിങ്ങൾ ഇപ്പോൾ ശമ്പളം വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങളുടെ ബേസിക് പേ 2 ഇൻക്രിമെന്റ് തന്ന് 28A ഫിക്സേഷൻ തന്ന് നിങ്ങളെ ആ ടൈം സ്കെയിലിലേക്ക് മാറ്റി. അതോടൊപ്പം നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ പഴയ ലാവണത്തിന്റെ ഡ്യൂട്ടീസും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ അഡീഷണൽ ഡ്യൂട്ടിയാണ്. അഡീഷണൽ ഡ്യൂട്ടി എന്തേ അത് അഡീഷണൽ ആവാൻ കാരണം? അത് അഡീഷണൽ ആവാൻ കാരണം എന്താ? ആ ടൈം സ്കെയിലല്ല ഇപ്പൊ നിങ്ങളുടെ ബേസിക് പേ നിൽക്കുന്നത്. ഒഫീഷ്യേറ്റ് ചെയ്യാൻ പറഞ്ഞതോടുകൂടി നിങ്ങളുടെ ബേസിക് പേ ആ ടൈം സ്കെയിലിലേക്ക് മാറി. അപ്പൊ അതായി നിങ്ങളുടെ ഒറിജിനൽ ടൈം സ്കെയിൽ. അപ്പൊ അതിന്റെ ഡ്യൂട്ടീസ് ആയി നിങ്ങളുടെ യഥാർത്ഥ ഡ്യൂട്ടീസ്. അപ്പൊ നിങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ പഴയ പോസ്റ്റിന്റെ ഡ്യൂട്ടീസോ അത് അഡീഷണൽ ആയിട്ട് ചെയ്യുകയാണ്. അപ്പൊ അഡീഷണൽ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഏതാണ്? ലോവർ ടൈം സ്കെയിലിന്റെയാണ്. ലോവർ ടൈം സ്കെയിൽ ഡ്യൂട്ടീസ് ആണ് അഡീഷണൽ ഡ്യൂട്ടീസ്. നമ്മൾ അറിയില്ല, അത് നമുക്ക് ചാർജ് കിട്ടിയെന്ന് മാത്രമേ അറിയുന്നുള്ളൂ. ഇതിന്റെ പിന്നിലെ സാങ്കേതികത്വം ഒരു പക്ഷേ നമ്മൾ അറിയുന്നുണ്ടാവില്ല. ടു ഒഫീഷ്യേറ്റ് രീതിക്ക് ചാർജ് കിട്ടിയാൽ അഡീഷണൽ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞാൽ ലോവർ ടൈം സ്കെയിൽ ഡ്യൂട്ടീസ് ആണ്. യഥാർത്ഥ ഡ്യൂട്ടി എന്നുള്ളത് ഹയർ ടൈം സ്കെയിലിന്റെ ഡ്യൂട്ടീസ് ആണ്. യഥാർത്ഥ ഡ്യൂട്ടി ഹയർ പോസ്റ്റിന്റെ ഡ്യൂട്ടീസ് ആണ്. അപ്പൊ യഥാർത്ഥ ഡ്യൂട്ടി നിങ്ങൾ അഡീഷണൽ ആയിട്ട് ചെയ്യുന്നത് നിങ്ങളുടെ ലോവർ ടൈം സ്കെയിലിന്റെ ഡ്യൂട്ടിയാണ് നിങ്ങൾ അഡീഷണൽ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഏതിൽ മാത്രമേ ഉള്ളൂ എന്നറിയോ? ടു ഒഫീഷ്യേറ്റിംഗിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ചാർജ് അലവൻസ് കണക്കാക്കുമ്പോൾ ഇത് നിങ്ങൾ ഓർക്കണം. ഇഫ് ആൻ ഓഫീസർ ഈസ് ഗിവൻ ആൻ അഡീഷണൽ ചാർജ് ഇൻ ദ മാനർ ഓഫ് ടു ഒഫീഷ്യേറ്റ്, then the additional duty is of the lower time scale and the original duty is of the higher time scale. അറ്റ് സെൻസ് മനസ്സിലാക്കിയാൽ മതി. ടു ഒഫീഷ്യേറ്റ് എന്ന രീതിക്ക് നിങ്ങൾക്കൊരു ചാർജ് കിട്ടുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്കാണ് ചാർജ് കിട്ടുന്നതെങ്കിൽ അവിടെ അഡീഷണൽ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മനസ്സിൽ വരിക ഹയർ പോസ്റ്റിന്റെ ആയിരിക്കും. പക്ഷെ അങ്ങനെയല്ല. അഡീഷണൽ ഡ്യൂട്ടി നിങ്ങളുടെ യഥാർത്ഥ പോസ്റ്റിന്റെ ഡ്യൂട്ടിയാണ് ഇപ്പോൾ നിങ്ങളുടെ അഡീഷണൽ ഡ്യൂട്ടി. എന്തുകൊണ്ട് അങ്ങനെ വരുന്നത്? നിങ്ങളുടെ ടൈം സ്കെയിൽ ഈ ഹയർ പോസ്റ്റിന്റെ ടൈം സ്കെയിലിലേക്ക് മാറിക്കഴിഞ്ഞു. നിങ്ങൾ അറിഞ്ഞിട്ടില്ല, അത് ഹയർ ടൈം സ്കെയിലിലേക്ക് മാറിക്കഴിഞ്ഞു. എന്തുകൊണ്ട് മാറ്റി? ഒഫീഷ്യേറ്റ് ചെയ്യാനാ പറഞ്ഞത്, അതുകൊണ്ട് മാറ്റി. ആ വാക്ക് വന്നാൽ അത് മാറണം, അതാ നിയമം. ഒഫീഷ്യേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടേക്ക് ഒരു പ്രൊമോഷൻ കൊടുക്കുക എന്ന അർത്ഥം. അപ്പൊ ടൈം സ്കെയിലും അങ്ങോട്ട് മാറണം. അപ്പൊ നിങ്ങൾ ടൈം സ്കെയിൽ അങ്ങോട്ട് മാറി. അതിന് തെളിവാണ് നിങ്ങൾക്ക് 2 ഇൻക്രിമെന്റ് കിട്ടിയത്, ഒരു 28A ഫിക്സേഷൻ കിട്ടിയത്. അങ്ങോട്ട് മാറി. അപ്പൊ നിങ്ങളുടെ ഡ്യൂട്ടി, യഥാർത്ഥ ഡ്യൂട്ടി ഇപ്പൊ അതായി. പക്ഷെ നമ്മളെ മനസ്സിലത് ഒന്നുമില്ല. നമ്മളെ മനസ്സിൽ ഇപ്പോഴും അത് അഡീഷണലാണ്. പക്ഷെ അങ്ങനെയല്ല. ഒഫീഷ്യേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഏത് പോസ്റ്റാണോ ഏത് പോസ്റ്റിലേക്കാണോ നിങ്ങൾ ഒഫീഷ്യേറ്റ് ചെയ്യുന്നത് ആ പോസ്റ്റായി പിന്നെ അത്രയും കാലം നിങ്ങളുടെ ഒറിജിനൽ പോസ്റ്റ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടേതാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ പോസ്റ്റാണ് ഇപ്പോൾ നിങ്ങളുടെ അഡീഷണൽ പോസ്റ്റ്. തെറ്റിക്കരുത്. അഡീഷണൽ പോസ്റ്റ് ലോവർ പോസ്റ്റ്, യഥാർത്ഥ പോസ്റ്റ് ഹയർ പോസ്റ്റ്. എങ്ങനെയാവുമ്പോൾ ചാർജ് കൊടുക്കുന്നത് ടു ഒഫീഷ്യേറ്റ് എന്ന രീതിക്കാണെങ്കിൽ. അപ്പോ ടു ഒഫീഷ്യേറ്റ് എന്ന രീതിക്ക് ചാർജ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് 2 ബെനിഫിറ്റാണ് കിട്ടുന്നത്. ഒന്ന് എന്താണ്?
നിങ്ങളുടെ ടൈം സ്കെയിലിലെ ലോവർ ടൈം സ്കെയിലിൽ നിങ്ങൾ വാങ്ങിച്ചിരുന്ന ബേസിക് പേ ഹയർ ടൈം സ്കെയിലിലേക്ക് മാറുമ്പോൾ എന്ത് കിട്ടി? 2 ഇൻക്രിമെന്റ് കിട്ടി. അതോടുകൂടി നിങ്ങൾ ഹയർ ടൈം സ്കെയിലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. കൂടാതെ ലോവർ ടൈം സ്കെയിലിലെ വർക്കും കൂടി നിങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് അവിടെ നിങ്ങൾക്കൊരു ചാർജ് അലവൻസിനും കൂടി അർഹതയുണ്ട്. അപ്പോൾ ചാർജ് അലവൻസ് മാത്രമല്ല ഇവിടെ കിട്ടുന്നത്, 2 ഇൻക്രിമെന്റ് ബെനിഫിറ്റും കൂടി കിട്ടി. എത്രയും കാലം കിട്ടും? അവിടെ പുതിയ ആള് വരുന്നത് വരെ. പുതിയ ആള് വന്നാൽ നിങ്ങൾ പഴയ താഴത്തേക്ക് തന്നെ വരണം. അപ്പൊ ഈ കിട്ടിയതൊക്കെ പോയി, പഴയ ടൈം സ്കെയിലിലേക്ക് വന്നു, പഴയ ബേസിക് പേ ആയി, നിങ്ങൾക്ക് ചാർജ് അലവൻസ് ഒന്നുമില്ല. ഹയർ ടൈം സ്കെയിലിൽ ഒഫീഷിയേറ്റ് ചെയ്യുന്നിടത്തോളം കാലം നിങ്ങളുടെ ബേസിക് പേ ഹയർ ടൈം സ്കെയിലിന്റെ ബേസിക് പേ ആയിട്ട് മാറ്റി, 2 ഇൻക്രിമെന്റ് കിട്ടി. അതുകൊണ്ട് നിങ്ങൾ അവിടെ വർക്ക് ചെയ്യുന്നു. അതേസമയം നിങ്ങളുടേതായ ലോവർ ടൈം സ്കെയിലിന്റെ വർക്കുകളും നിങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ആ ലോവർ ടൈം സ്കെയിലിന്റെ മിനിമത്തിന്റെ 4% നിങ്ങൾക്ക് ചാർജ് അലവൻസ് ആയിട്ടും തരുന്നുണ്ട്. അപ്പൊ ചാർജ് അലവൻസ് എങ്ങനെയാ കണക്കാക്കുക? ഏതാണോ അഡീഷണൽ പോസ്റ്റ്, അങ്ങനെയാ പഠിക്കേണ്ടത്. ഏതാണോ നിങ്ങളുടെ അഡീഷണൽ പോസ്റ്റ്, ആ അഡീഷണൽ പോസ്റ്റിന്റെ ടൈം സ്കെയിലിന്റെ മിനിമത്തിന്റെ 4% ആണ് എന്ത്? ചാർജ് അലവൻസ്. നിങ്ങൾക്ക് ലഭിക്കുന്ന അഡീഷണൽ ഡ്യൂട്ടിക്ക് ലഭിക്കുന്ന അഡീഷണൽ ചാർജ് അലവൻസ്. മനസ്സിലാവുണ്ടോ? അഡീഷണൽ ചാർജ് അലവൻസ് എന്ന് പറഞ്ഞാൽ ചാർജ് അലവൻസ് അങ്ങനെയാണ് കണക്കാക്കുക. അപ്പൊ ഇവിടെ ടു ഒഫീഷിയേറ്റ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ലോവർ ടൈം സ്കെയിലിന്റെ മിനിമത്തിന്റെ 4% ആയി? നിങ്ങൾ വിചാരിക്കും നിങ്ങൾ ഇപ്പോൾ അഡീഷണൽ ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഹയർ പോസ്റ്റിലല്ലേ, അപ്പൊ അതിന്റെ മിനിമത്തിന്റെ 4% അല്ലേ കിട്ടുന്നത്? അല്ല. കാരണം നിങ്ങളെ അങ്ങോട്ട് ഒഫീഷിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഒഫീഷിയേറ്റ് ചെയ്താൽ നിങ്ങൾ ആ പോസ്റ്റിലെ ആളായിട്ട് മാറി. അതുകൊണ്ടാണ് നിങ്ങളുടെ ബേസിക് പേ ലോവറിൽ നിന്നെടുത്ത് മുകളിൽ കൊണ്ടുവച്ച് 2 ഇൻക്രിമെന്റ് തന്നത്. അപ്പൊ അവിടെ അഡീഷണൽ പോസ്റ്റ് ലോവർ പോസ്റ്റ് ആണ്. അതുകൊണ്ടാണ് അതിന്റെ മിനിമത്തിന്റെ ടൈം സ്കെയിലിന്റെ മിനിമത്തിന്റെ 4% നിങ്ങൾക്ക് ചാർജ് അലവൻസ് ആയിട്ട് തരുന്നത്. അപ്പോ ടു ഒഫീഷിയേറ്റ് എന്ന വിധത്തിൽ നിങ്ങൾക്കൊരു ചാർജ് കിട്ടിയാൽ നിങ്ങൾക്ക് ആ ചാർജ് നിലനിൽക്കുന്നിടത്തോളം കാലം ഒരു ഫിക്സേഷൻ 28A ഫിക്സേഷൻ ബെനിഫിറ്റും കിട്ടും. നിങ്ങളുടേതായ ലോവർ ടൈം സ്കെയിലിന്റെ മിനിമത്തിന്റെ 4% അഡീഷണൽ ആയിട്ട് ചാർജ് അലവൻസ് ആയിട്ടും കിട്ടും. 2 ബെനിഫിറ്റാണ് അങ്ങനെ കിട്ടും. പക്ഷേ പ്രയോഗത്തിൽ വരുമ്പോൾ ടു ഒഫീഷിയേറ്റ് എന്ന രീതിക്ക് ചാർജ് കൊടുക്കുന്നത് കോമൺലി വളരെ കുറവാണ്. അങ്ങനെ കൊടുക്കാറില്ല. ഒരു ഓഫീസർ ട്രാൻസ്ഫർ ആയി പോകുമ്പോഴോ റിട്ടയർ ചെയ്ത് പോകുമ്പോഴോ ഒക്കെ ചാർജ് കൊടുക്കുന്നത് ഫുൾ അഡീഷണൽ ചാർജ്. ആ വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഫുൾ അഡീഷണൽ ചാർജ് നമ്മൾ എഴുതും. അതിനോട് ഹെഡ് മിസ്റ്റേഴ്സ് അല്ലെങ്കിൽ HM ബ്രാക്കറ്റിൽ എഴുതും, ഫുൾ അഡീഷണൽ ചാർജ് എന്ന് എഴുതും. ഈ ഫുൾ അഡീഷണൽ ചാർജ് എന്ന നിലയ്ക്കാണ് കൊടുക്കുന്നത്. അവിടെ ഒഫീഷിയേറ്റ് ചെയ്യുന്നതേ ഇല്ല. ആ വാക്ക് തന്നെ അറിയാം. ആ HMന്റെ അല്ലെങ്കിൽ ആ ഹയർ പോസ്റ്റിന്റെ ഫുൾ അഡീഷണൽ ചാർജ് നിങ്ങൾക്ക് തരും. നിങ്ങളുടെ ലീനിന്റെ ചാർജ് കൂടാതെ ഹയർ പോസ്റ്റിന്റെ ചാർജുകൾ മുഴുവനായിട്ട് നിങ്ങൾക്ക് തരുന്നു. ഫുൾ അഡീഷണൽ ചാർജ് ഹയർ പോസ്റ്റിന്റെയാണ്. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന അഡീഷണൽ വർക്ക് ഏത് പോസ്റ്റിന്റെയാ? ഹയർ പോസ്റ്റിന്റെയാണ്, ലോവറിന്റെ അല്ല. ആ വ്യത്യാസം മനസ്സിലാക്കണം. ടു ഒഫീഷിയേറ്റ് എന്ന രീതിക്കാണ് ചാർജ് തരുന്നതെങ്കിൽ അഡീഷണൽ വർക്ക് ലോവർ പോസ്റ്റിന്റെയാണ്. അതേസമയം ടു ടേക്ക് ഫുൾ അഡീഷണൽ ചാർജ് നൽകുകയാണെങ്കിലോ അഡീഷണൽ വർക്ക് ഹയർ പോസ്റ്റിന്റെ. കാരണം ആ ഹയർ പോസ്റ്റിന്റെ വർക്ക് അതുപോലെ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് തരികയാണ്. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന അഡീഷണൽ ഡ്യൂട്ടി ഹയർ പോസ്റ്റിന്റെയാണ്. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ഒരേ ഒരു അഡ്വാൻറ്റേജ് ആ ഹയർ പോസ്റ്റിന്റെ ടൈം സ്കെയിലിന്റെ മിനിമത്തിന്റെ 4% നിങ്ങൾക്ക് എന്തായിട്ട് കിട്ടും? ചാർജ് അലവൻസ് ആയിട്ട് കിട്ടും. അപ്പൊ എന്തുകൊണ്ട് ടു ഒഫീഷിയേറ്റ് എന്ന രീതിക്ക് ചാർജ് തന്നപ്പോ ലോവർ പോസ്റ്റിന്റെ ടൈം സ്കെയിലിന്റെ മിനിമത്തിന്റെ 4% ചാർജ് അലവൻസ് ആയിട്ട് കിട്ടി? എന്തുകൊണ്ട് ടു ടേക്ക് ഫുൾ അഡീഷണൽ ചാർജ് എന്ന് പറഞ്ഞ് ചാർജ് തന്നപ്പോ ഹയർ പോസ്റ്റിന്റെ ടൈം സ്കെയിലിന്റെ മിനിമത്തിന്റെ 4% നിങ്ങൾക്ക് ചാർജ് അലവൻസ് ആയിട്ട് കിട്ടി? എന്തേ ഈ ഡിഫറൻസിന് കാരണം? കാരണം മറ്റൊന്നുമല്ല, ടു ഒഫീഷിയേറ്റ് എന്ന് പറഞ്ഞപ്പോ നിങ്ങളെ ആ ഹയർ പോസ്റ്റിലേക്ക് മാറ്റി. നിങ്ങൾ ആ ഹയർ പോസ്റ്റിന് ടൈം സ്കെയിലിൽ ശമ്പളം വാങ്ങിച്ചു തുടങ്ങി. അപ്പൊ നിങ്ങളുടെ അഡീഷണൽ ഡ്യൂട്ടി ലോവർ പോസ്റ്റിന്റെ ആയി. അതേസമയം ടു ടേക്ക് ഫുൾ അഡീഷണൽ ചാർജ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലീൻ എന്താണോ അതിനോട് കൂടി ചേർത്ത് വെച്ച് കെട്ടി ആ ഹയർ പോസ്റ്റിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസും. അപ്പൊ അതാണ് നിങ്ങളുടെ അഡീഷണൽ ചാർജ്.
അപ്പോൾ ആ പോസ്റ്റിന്റെ, അതായത് ഹയർ പോസ്റ്റിലാണ് നിങ്ങൾ അഡീഷൻ ചെയ്യുന്നത്. അതിന്റെ ടൈം സ്കെയിലിന്റെ മിനിമം ആണ് എന്ത്, നിങ്ങളുടെ ചാർജ് ലെവൽസ് ആയിട്ട് തരുന്നത്. ഇതാണ് കോമൺ ആയിട്ട് ചാർജ് കൊടുക്കുന്ന രീതി. ടു ടേക്ക് ഫുൾ അഡീഷണൽ ചാർജ് എന്ന രീതിക്കാണ് ചാർജ് കൊടുക്കുന്നത്. വിശദമായി പഠിക്കും. മൂന്നാമത്തെയാണ് ടു അറ്റൻഡ് കറണ്ട് ഡ്യൂട്ടീസ്. ടു അറ്റൻഡ് കറണ്ട് ഡ്യൂട്ടീസ്. ടു അറ്റൻഡ് കറണ്ട് ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അന്നന്നത്തെ കാര്യങ്ങൾ ചെയ്യാം. അതായത് പല അധികാരങ്ങളും ഇല്ല, എന്നാൽ ഓഫീസ് സംബന്ധമായ ഓഫീസിന്റെ നിത്യ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ അധികാരങ്ങളുണ്ട് താനും. തപാല് നോക്കാം, അത് മാർക്ക് ചെയ്ത് കൊടുക്കാം, അറ്റൻഡൻസ് രജിസ്റ്റർ നോക്കാം, കാഷ്വൽ ലീവ് സാങ്ഷൻ ചെയ്യാം, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. എന്നാൽ അഡ്മിനിസ്ട്രേറ്റീവ് പവറോ ഫൈനാൻഷ്യൽ പവറോ അതല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി പവറോ അതൊന്നും കറണ്ട് ഡ്യൂട്ടീസിലൂടെ കൈമാറ്റപ്പെടുന്നില്ല. ശ്രദ്ധിക്കണം. ടു ഒഫീഷ്യേറ്റ് എന്ന നിലയ്ക്ക് നിങ്ങളൊരു ഹയർ പോസ്റ്റിന്റെ ചാർജ് എടുത്താൽ ആ ഹയർ പോസ്റ്റിന് എന്തൊക്കെ പവേഴ്സ് ഉണ്ടോ ആ പവേഴ്സ് ഒക്കെ നിങ്ങൾക്കും വന്നു. ബില്ല് ഒപ്പിടാൻ, PF സാങ്ഷൻ ചെയ്യാൻ, ട്രാൻസ്ഫർ ഓർഡർ ഒപ്പിടാൻ, ഇങ്ങനെ എന്തൊക്കെ എക്സ്പ്ലനേഷൻ ചോദിക്കാം, ഇങ്ങനെ എന്തൊക്കെ അധികാരങ്ങൾ നിങ്ങൾ ചാർജ് ഏറ്റെടുത്ത ആ ഹയർ പോസ്റ്റിന് ഉണ്ടായിരുന്നോ അതൊക്കെ നിങ്ങൾക്കും കിട്ടി. ടു ഒഫീഷ്യേറ്റ് ആണെങ്കിലും ടു ടേക്ക് ഫുൾ അഡീഷണൽ ചാർജ് ആണെങ്കിലും, ഫുൾ അഡീഷണൽ ചാർജ് എടുക്കുകയാണെങ്കിലും ഇതേ അധികാരങ്ങൾ കൈമാറ്റം ചെയ്തു. ബില്ല് ഒപ്പിടുന്നത് HM ആണെങ്കിൽ ആ HM ചാർജ് നിങ്ങൾക്ക് ഫുൾ അഡീഷണൽ ചാർജ് കിട്ടിയാൽ നിങ്ങൾക്കും ബില്ല് ഒപ്പിടാം. PF സാങ്ഷൻ ചെയ്ത് HM ആണെങ്കിൽ HMന്റെ പരിധിയിൽ ഒതുങ്ങുന്ന എമൗണ്ട് ആണ് PF ലോൺ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അത് സാങ്ഷൻ ചെയ്ത് കൊടുക്കാം. അതായത് വാട്ട് ഓവർ ബി ദ പവേഴ്സ് വെസ്റ്റഡ് ഓൺ ദ പോസ്റ്റ് of which charge is handed over is transferred to the person who has taken the charges additionally. ഇവർക്ക് പകർന്നു കിട്ടി. ഈ രണ്ട് രീതിക്കാണെങ്കിലും, ടു ഒഫീഷ്യേറ്റ് ആണെങ്കിലും ടു ടേക്ക് ഫുൾ അഡീഷണൽ ചാർജ് നൽകാണെങ്കിലും. അതേസമയം ടു അറ്റൻഡ് കറണ്ട് ഡ്യൂട്ടീസ് എന്നാണെങ്കിൽ, കറണ്ട് ഡ്യൂട്ടീസ് അറ്റൻഡ് ചെയ്യാനേ പറഞ്ഞുള്ളൂ എങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് പവേഴ്സ് ഇല്ല, സ്റ്റാറ്റ്യൂട്ടറി പവേഴ്സ് ഇല്ല, ഫൈനാൻഷ്യൽ പവേഴ്സ് ഇല്ല, ഇങ്ങനെയുള്ള ഒരു പവേഴ്സും ഇങ്ങോട്ട് ചാർജ് എടുക്കുന്ന ആൾക്ക് പകർന്ന് ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കറണ്ട് ഡ്യൂട്ടീസ് ആണ് നിങ്ങൾക്ക് ലഭിച്ചതെങ്കിൽ അവിടെ ചാർജ് അലവൻസ് ആയി ലഭിക്കുന്നത് ഹയർ പോസ്റ്റിന്റെ ടൈം സ്കെയിലിന്റെ മിനിമത്തിന്റെ 2% മാത്രമേ ഉള്ളൂ. തെറ്റിക്കരുത്, 2% മാത്രമേ ഉള്ളൂ. മറ്റേ രണ്ടിലും, ടു ഒഫീഷ്യേറ്റിംഗിലും ടു ടേക്ക് ഫുൾ അഡീഷണൽ ചാർജിലും ഏതാണോ അഡീഷണൽ പോസ്റ്റ് അതിന്റെ മിനിമത്തിന്റെ ടൈം സ്കെയിലിന്റെ മിനിമത്തിന്റെ 4% നിങ്ങൾക്ക് ചാർജ് അലവൻസ് ആയിട്ട് കിട്ടുമ്പോ ഇവിടെ കറണ്ട് ഡ്യൂട്ടീസ് ആണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ അവിടെ ഹയർ പോസ്റ്റിന്റെ മിനിമത്തിന്റെ 4% പകരം 2% ആണ് ചാർജ് അലവൻസ് ആയിട്ട് കിട്ടുന്നത്. ഇങ്ങനെ ചാർജ് അലവൻസ് കിട്ടുമ്പോൾ ക്വസ്റ്റ്യൻസ് പല വിധത്തിൽ ചോദിക്കാറുണ്ട്. ഇങ്ങനെ ചാർജ് ലഭിക്കുമ്പോൾ ചാർജ് അലവൻസ് നിങ്ങൾക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഏതില്, ടു ഒഫീഷ്യേറ്റ് രീതിക്കാണെങ്കിലും ടു ടേക്ക് ഫുൾ അഡീഷണൽ ചാർജ് എന്ന നിലയ്ക്കാണെങ്കിലും നിങ്ങൾക്ക് ചാർജ് അലവൻസ് ലഭിക്കണം എന്നുണ്ടെങ്കിൽ മിനിമം 14 വർക്കിംഗ് ഡേയ്സ്, പ്രത്യേകം ശ്രദ്ധിക്കണം, 14 ഡേയ്സ് അല്ല, 14 വർക്കിംഗ് ഡേയ്സ് നിങ്ങൾ ആ ചാർജ് കൈകാര്യം ചെയ്തിട്ടുണ്ടാവണം. അതിന്റെ ബേസിക് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഇന്ന ഡേറ്റിൽ ചാർജ് കിട്ടി, ഇന്ന ഡേറ്റിൽ പുതിയ ആള് വന്നു, ഇന്ന ദിവസങ്ങൾ ഹോളിഡേയ്സ് ആയിരുന്നു. കമന്റ് വെദർ ദ ഓഫീസർ ഈസ് എലിജിബിൾ ഫോർ ചാർജ് അലവൻസ് ഓർ നോട്ട്. നിങ്ങൾ എന്ത് ചെയ്യണം, എന്നാണ് ചാർജ് കിട്ടിയത്, എന്നാണ് ചാർജ് ഒഴിഞ്ഞു കൊടുത്തത്, അതിനിടയ്ക്ക് എത്ര ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് എത്ര ഉണ്ട്, അതിൽ ഹോളിഡേയ്സ് എത്ര ഉണ്ട്, അത് കഴിച്ച ബാക്കി 14 ഉണ്ടോ അതോ 14 കുറവാണോ, 14 ഇല്ലെങ്കിൽ, 14 ദിവസം ഇല്ലെങ്കിൽ, എങ്ങനെ 14 വർക്കിംഗ് ഡേയ്സ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തില്ല, ചാർജ് അലവൻസ് ഇല്ല. അപ്പൊ ചാർജ് അലവൻസ് ലഭിക്കണം എന്നുണ്ടെങ്കിൽ 1 or 2 ദിവസം ഒരാഴ്ച ചാർജ് കിട്ടിയോണ്ട് ചാർജ് അലവൻസ് ലഭിക്കില്ല. എന്ത് വേണം, മിനിമം 14 വർക്കിംഗ് ഡേയ്സ് വേണം ചാർജ് അലവൻസ് കിട്ടണമെങ്കിൽ. ഏത്
ഏത് മുഖാന്തരമാണെങ്കിൽ ടു ഒഫീഷിയേറ്റ് നിലയ്ക്കാണെങ്കിലും ടു ടേക്ക് ഫുൾ അഡീഷണൽ ചാർജ് നിലയ്ക്കാണെങ്കിലും ചാർജ് അലവൻസ് ലഭിക്കണമെങ്കിൽ മിനിമം 14 വർക്കിംഗ് ഡേയ്സ് എങ്കിലും നിങ്ങൾ ചാർജ് 14 വർക്കിംഗ് ഡേയ്സ് എങ്കിലും നിങ്ങൾ ചാർജ് ഏറ്റെടുത്തിട്ടുണ്ടാകണം. ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഈ പോസ്റ്റ് വേക്കൻ്റ് ആണ്, ആൾ വന്നില്ല, എത്ര കാലം വരെ നിങ്ങൾക്ക് ചാർജ് അലവൻസ് കിട്ടും? മാക്സിമം 3 മന്ത്സ് ആണ്. മാക്സിമം 3 മന്ത്സ്, 3 മാസക്കാലം വരെ മാത്രമേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ? ചാർജ് അലവൻസ് ലഭിക്കുള്ളൂ. 3 മാസത്തിൽ കൂടുതൽ ആള് വന്നില്ലെങ്കിലും നിങ്ങൾ ഇപ്പോഴും ആ ചാർജ് തന്നെ ആണെങ്കിലും ചാർജ് അലവൻസ് ലഭിക്കുന്നത് നിൽക്കും. 3 മാസമാണ് മാക്സിമം ഇതിന്റെ ഫൈനാൻഷ്യൽ ബെനിഫിറ്റ് കണ്ടിന്യൂ ചെയ്യുള്ളൂ. ഏതിന്റെ? കോമ്പിനേഷൻ ഓഫ് അപ്പോയിന്റ്മെന്റ്സിന്റെ ഫൈനാൻഷ്യൽ ബെനിഫിറ്റ്സ് കണ്ടിന്യൂ ചെയ്യുന്നത് മാക്സിമം 3 മന്ത്സ് ആണ്. മിനിമം 14 വർക്കിംഗ് ഡേയ്സ് വേണം. ഏതിന്? ടു ഒഫീഷിയേറ്റിങ്ങിനും ടു ടേക്ക് ഫുൾ അഡീഷണൽ ചാർജിനും. ഇനി ഒന്നുകൂടി ബാക്കിയുണ്ട്, ടു അറ്റൻഡ് കറന്റ് ഡ്യൂട്ടീസ്. അതിന് 30 ഡേയ്സ് എന്നേ പറഞ്ഞിട്ടുള്ളൂ, വർക്കിംഗ് ഡേയ്സ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ല. 30 ദിവസം, 14 പോരാ, 15 പോരാ, ഒന്നും പോരാ, 30 ദിവസം എന്ത് ചെയ്യണം? ഈ ഡ്യൂട്ടീസ് കൈകാര്യം ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് കറന്റ് ഡ്യൂട്ടീസ് മുഖാന്തരം ചാർജ് ഏറ്റെടുത്തുള്ള ആൾക്ക് ചാർജ് അലവൻസ് കിട്ടുള്ളൂ. അതും എത്രയേ കിട്ടുള്ളൂ? ഹയർ ടൈം സ്കെയിലിന്റെ മിനിമത്തിന്റെ 2% കിട്ടുള്ളൂ. 2% കിട്ടണമെങ്കിൽ മിനിമം 30 ഡേയ്സ് എങ്കിലും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടാവണം? ആ പോസ്റ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ടാവണം. മിനിമം 30 ഡേയ്സ്. വർക്കിംഗ് ഡേയ്സ് പറഞ്ഞിട്ടില്ല, മിനിമം 30 ഡേയ്സ്. അതോടൊപ്പം ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാൽ, ഈ കോമ്പിനേഷൻ അപ്പോയിന്റ്മെന്റ്സ് ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ പോസ്റ്റുകളുടെ നൽകാം. ഒന്നിൽ കൂടുതൽ പോസ്റ്റുകളുടെ ചാർജ് ഒരേ സമയം നൽകാം. ഒരു ഓഫീസിലെ സീനിയർ ക്ലർക്കിന് ആ ഓഫീസിലെ ഹെഡ് ക്ലർക്കിന്റെ ചാർജ് നൽകി, ഒരു പർട്ടിക്കുലർ ഡേറ്റ് പറയും, ചാർജ് നൽകി. ആ ചാർജ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കെ അതേ ഓഫീസിലെ ജൂനിയർ സൂപ്രണ്ട് ട്രാൻസ്ഫർ ആയി പോയപ്പോൾ അദ്ദേഹത്തിന് ചാർജും ഇദ്ദേഹത്തിന് തന്നെ നൽകി. കാരണം അദ്ദേഹത്തിന് കൊടുക്കാൻ പാടുള്ള സീനിയർ ക്ലർക്ക്. സീനിയർ ക്ലാസ് ഒരുപാട് പേരുണ്ടാവും. സീനിയർ ക്ലർക്കുമാരിൽ സീനിയർ ആയിട്ടുള്ള ക്ലർക്ക് ആരാണോ അവർക്ക് HSCയുടെ ചാർജ് കൊടുത്തു. HSCയുടെ ചാർജ് അദ്ദേഹം നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ JS ട്രാൻസ്ഫർ ആയി പോയപ്പോൾ JSന്റെ ചാർജും ഇദ്ദേഹത്തിന് തന്നെ കൊടുത്തു. 2 ചാർജ് ഒരേ സമയം കിട്ടി. 2 ചാർജ് ഒരേ സമയം കിട്ടിയപ്പോൾ 2 ചാർജ് അലവൻസ് വാങ്ങാൻ പാടുണ്ടോ? വാങ്ങിക്കാം. എത്ര ചാർജ് ഉണ്ടോ അതിന്റെ ഒക്കെ ചാർജ് അലവൻസ് ഇയാൾക്ക് വാങ്ങിക്കാം. പക്ഷേ ഹെഡ് ക്ലാർക്കിന്റെ ചാർജ് ഏറ്റെടുത്ത് 3 മാസം എന്ന് തികയുന്നോ അതിന്റെ അടുത്ത ദിവസം തൊട്ട് ഹെഡ് ക്ലാർക്കിന്റെ ചാർജ് അലവൻസ് പോവും. അപ്പോഴും JSന്റെ ചാർജ് നിൽക്കുന്നുണ്ടെങ്കിൽ JSന്റെ ടൈം സ്കെയിലിന്റെ മിനിമത്തിന്റെ 4% അപ്പോഴും അദ്ദേഹത്തിന് ചാർജ് അലവൻസ് ആയിട്ട് നിൽക്കുന്നുണ്ടാവും. അതെന്നാണോ 3 മാസം കഴിഞ്ഞത്, അത് കഴിഞ്ഞാൽ അതും ഇല്ലാതെയാവും. എന്നിട്ടും പുതിയ ക്ലർക്കും പുതിയ JSും വന്നിട്ടില്ലെങ്കിലും ഇദ്ദേഹത്തിന്റെ പേർക്ക് ചാർജ് ആവർത്തനുണ്ടാവും, ചാർജ് അലവൻസ് ലഭിക്കില്ല. 3 മാസമേ മാക്സിമം ലഭിക്കുള്ളൂ ചാർജ് അലവൻസ്. അതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇന്ന ഡേറ്റിൽ ഹെഡ് ക്ലാർക്കിന്റെ ചാർജ് കിട്ടി, ഇന്ന ഡേറ്റിൽ JSന് ചാർജ് കിട്ടി, എന്നിട്ട് വേറൊരു മന്ത് തരും. ആ മന്തില് ഇയാളുടെ ടോട്ടൽ ചാർജ് അലവൻസ് എത്ര? ഹെഡ് ക്ലാർക്കിന്റെ ചാർജ് എടുക്കുമ്പോൾ ചാർജ് അലവൻസ് എന്താന്നുള്ളത് അത് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ടാവും. JSന്റെ ചാർജ് അലവൻസ് എന്താ, അതും പ്രോബ്ലം തന്നിട്ടുണ്ടാവും. എന്നിട്ട് വേറൊരു മാസം പറഞ്ഞിട്ട് ആ മാസത്തെ ചാർജ് അലവൻസ് എത്രയാണ് ഇയാൾക്ക് കിട്ടുക എന്ന് ക്വസ്റ്റ്യൻ വരും. നമ്മൾ എന്താ അത് അനലൈസ് ചെയ്യേണ്ടത്? ഹെഡ് ക്ലാർക്കിന്റെ ചാർജ് ഏറ്റെടുത്തിട്ട് 3 മാസം കഴിഞ്ഞിട്ടുള്ള ഡേറ്റിലാണോ ഈ മന്ത് ചോദിച്ചിട്ടുള്ളത്? അങ്ങനെയാണെങ്കിൽ ഹെഡ് ക്ലാർക്കിന്റെ ചാർജ് കഴിഞ്ഞിട്ടുണ്ടാവും, നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. JSന്റെ മാത്രമേ ഉള്ളൂ. JSന്റെ ചാർജ് അലവൻസ് ലഭിക്കുന്നതിന്റെ മുന്നേ ഉള്ള മന്ത്ലിയാണോ ചോദിച്ചിട്ടുള്ളത്? അങ്ങനെയാണെങ്കിൽ ഹെഡ് ക്ലാർക്കിന്റെ മാത്രമേ ഉള്ളൂ. അതുപോലെ 2 ചാർജുകളും നിലനിൽക്കുന്ന സമയത്തുള്ള ഒരു ഡേറ്റിലെ ചാർജ് അലവൻസ് ആണ് ചോദിച്ചതെങ്കിൽ ഈ 2 ചാർജ് അലവൻസുകളുടെയും ടോട്ടലാണ് അദ്ദേഹത്തിന്റെ ചാർജ് അലവൻസ്. അതായത് ഹെഡ് ക്ലാർക്കിന്റെ ചാർജ് എടുത്ത് 3 മാസം കഴിഞ്ഞിട്ടില്ല, JSന്റെ ചാർജും അപ്പം നിലവിലുണ്ട്. അങ്ങനെയാണെങ്കിൽ 2 ചാർജ് അലവൻസുകളും കൂടി എത്രയാണോ കിട്ടുന്നത് അതാണ് അദ്ദേഹത്തിന്റെ ടോട്ടൽ ചാർജ് അലവൻസ്. പിന്നെ ഇത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാൽ, ഒരു ചാർജ് എടുക്കുമ്പോൾ
ചാർജ് എടുക്കുന്ന സ്റ്റേഷനിലെ അലവൻസുകളാണ്, അതായത് ഇപ്പോൾ HRA ചാർജ് എടുക്കുന്ന സ്റ്റേഷനിലെ HRA കൂടുതലും ഇദ്ദേഹത്തിൻ്റെ ഒറിജിനൽ ലീൻ ഏത് ഏരിയയിലാണോ അവിടെ HRA കുറവുമാണെങ്കിൽ ആ കൂടുതലുള്ള HRAക്ക് ഇദ്ദേഹത്തിന് എലിജിബിലിറ്റി ഉണ്ട്. HRA മാത്രമല്ല, അലവൻസുകൾ ഏത് ഭാഗത്താണ് കൂടുതലുള്ള അലവൻസുകൾക്ക് ഇദ്ദേഹത്തിന് എലിജിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ചാർജ് അലവൻസുമായി ബന്ധപ്പെട്ട് നമുക്ക് ഓർമ്മയിൽ വെക്കാനുള്ളത്. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം.